ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ ഷഷ്ടിയുടെ ലോങ് വീഡിയോ ആണ് കേട്ടാ. ഞാനും അശ്വതിയും കൂടിയിട്ടാണ് പകല് ഷഷ്ടിക്ക് പോകാൻ തീരുമാനിച്ചേക്കണേ. അപ്പം നമുക്ക് പോയാലോ? ഞങ്ങൾ അവിടെ എത്തിയതും കാവടികളെല്ലാം എത്തിയതും ഒരുമിച്ചായിരുന്നു കേട്ടാ. പിന്നെ റോഡ് തൊട്ട് അങ്ങോട്ട് തുടങ്ങി ആഘോഷങ്ങൾ. കൊടകര ഷഷ്ടിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പല ഭാഗത്തു നിന്നുണ്ടല്ലോ, ഓരോ ഏരിയകളിൽ നിന്നും കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ഒത്തുകൂടുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻപിലാണ്. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും വരുന്ന കാവടികളും ചെണ്ടമേളങ്ങളും ഡാൻസ് സെറ്റും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ കേട്ടാ. അത് നമ്മുടെ കൊടകര ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവറിൻ്റെ താഴെ വെച്ച് ഇതുപോലെ ഒരു ഒത്തുകൂടലുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പതുക്കെ നടന്ന് നമ്മുടെ പഴയ റോഡുണ്ടല്ലോ കൊടകര, അവിടുത്തെ ജംഗ്ഷനിൽ വന്നിട്ട് വീണ്ടും ഒത്തുകൂടും. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഒത്തുകൂടുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതുക്കെ നീങ്ങി അമ്പലം വരെ എത്തണമെന്ന്. അതാ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള കുട്ടും മേളൊക്കെ ഏകദേശം നിർത്തി അടുത്ത ടീം വരികയാണ്. അപ്പോൾ ഈ ടീം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും പതുക്കെ ഇവർ പോകുന്നതിനനുസരിച്ച് ഇവരെ പിന്നാലെ തുള്ളി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. കാവടിയുടെ ഇടയിൽ കൂടെ ഞാൻ കണ്ടതാണ് കേട്ടാ, കുറേ കുർണികൾ നിന്ന് തുള്ളണം. നോക്കി എന്തൊരു നന്നായിട്ട് അവരത് ആസ്വദിക്കണേ അല്ലേ. നമ്മളാണെങ്കിലും ഉത്സവമായാലും എന്താണെങ്കിലും അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തുള്ളാട്ടാ. നമ്മുടെ മനസ്സിലുള്ളത് പുറത്തോട്ട് അങ്ങോട്ട് വരട്ടെ. എല്ലാ ആഘോഷങ്ങളും നമ്മൾ അങ്ങോട്ട് ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളല്ലേ, അങ്ങോട്ട് ആഘോഷിക്കുക. ആരെന്ത് പറയും, ആരൊക്കെ നോക്കണുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട്, സരിതേച്ചിക്ക് ഇന്നും ജോലിയുണ്ട്. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് സരിതേച്ചിനെ പൊക്കണം. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് സരിതേച്ചിനെ. അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആളെ പൊക്കാൻ വേണ്ടി അവിടെ അതാ നാടൻ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നുണ്ടായില്ല, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കടന്ന് സരിതേച്ചിനെ അവിടത്തേക്ക് എത്തിയിട്ടാ. അങ്ങനെ ഞങ്ങൾ സരിതേച്ചിനും പൊക്കി അതാ പോവാണ്. ഇനി അങ്ങോട്ടൊരു നടത്തിയാണ് മക്കളെ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു വഴിയാവും. അതുപോലെ കണ്ടതും കാണാത്തതൊക്കെ തിന്നും കുടിച്ചും അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ ബാൻഡ് സെറ്റൊക്കെ കണ്ട് അതാ ഞങ്ങൾ വീണ്ടും തുടർന്ന് നടക്കുകയാണ്. ഞാൻ പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണേ. അത് കണ്ടതാ.
ഇങ്ങനെ കിട്ടുമോ? ഗൊറില്ല ഗൊറില്ല അറ്റതാ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ചേട്ടൻ ഷൂലൊക്കെ കുത്തിയിട്ടേ ഇത്ര ആൾക്കാരുടെ ഇടയിൽ നോക്കിയാൽ ഇത്രയും നീട്ടത്തിൽ ഷൂലൊക്കെ കുത്തിയേക്കണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണയാവോ? എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എന്തൊക്കെ ഇതായിക്കോട്ടെ, വഴിപാടായിക്കോട്ടെ, എനിക്കതിലെന്തോ താല്പര്യമില്ല. അങ്ങനെ 4 പേരെയും ഐസ്ക്രീം കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നക്കിക്കൊണ്ട് അങ്ങോട്ട് നടക്കാം നമുക്ക്. നാല് പേര് നിരന്ന് നടക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ്. എനിക്ക് ഈ സംഭവം എറിഞ്ഞ് വീഴ്ത്തണമെന്നുണ്ടായി. പിന്നെ ഇതിലൊന്നും നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇല്ല എറിഞ്ഞാലും കിട്ടാനായിട്ട്. പിന്നെ എറിഞ്ഞ് അവിടെ നിന്ന് എറിയണ ആർക്കും ഒന്നും കിട്ടണമുണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ പൈസ കളയണ്ട, ആ പൈസക്ക് വല്ല ബജ്ജിയോ കുലുക്കി സർബത്തോ കഴിക്കാമെന്ന് വെച്ചിട്ട് മുമ്പോട്ട് നടന്നു കേട്ടാ. ആഹാ, ഇതൊന്ന് നോക്കിയേ, ആ തലയെ വെച്ചിരിക്കുന്ന കിരീടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഓരോന്ന് കഴിയും തോറും അടുത്തടുത്ത ബാൻഡ് സെറ്റുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തോരാന്നറിയോ, ഈ കാണുന്നതിൻ്റെ ഇരട്ടിയുണ്ട്. എനിക്ക് എല്ലാം ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ആരെന്ത് പറയുന്നു നോക്കരുത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ട് പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് തുള്ളണമെന്ന്. ഇതാ ആ അമ്മൂമ്മ കളിച്ച് നടക്കണോക്കെ. പിന്നെ ഇനിയിപ്പോൾ ആർക്കാ എന്താ പറയാനുള്ളേ, എന്താ പേടിക്കാനുള്ളേ? അങ്ങോട്ട് അടിച്ചു പൊളിച്ച് തുള്ളി വാന്നേ. ഒരു പാട്ടിനനുസരിച്ച് കൊട്ടുന്നതിൽ എനിക്കിഷ്ടം ഈ ചെണ്ടേക്കാളും ബാൻഡ് സെറ്റ് തന്നെയാട്ടാ. അതാണ് ഒരു തുള്ളൽ വൈബ് കിട്ടുക അല്ലേ? പിന്നെ കണ്ടതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടാ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നേര ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും വരുന്ന കാവടികളും ഓരോ രൂപങ്ങളും കൊട്ടും മേളവും ആകെ കൂടി ഒരു തിക്കും തിരക്കാണ്. ഇതൊക്കെ നോക്കൂ, അങ്ങനത്തെ സംഭവം തെയ്യത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, എന്തോരം ബുദ്ധിമുട്ടാണല്ലേ അതിങ്ങനെ കൊണ്ട് ഇവർക്ക് ഇങ്ങനെ നടക്കാൻ. പോരാത്തതിന് അവർ കുറേ മേക്കപ്പ് ഇട്ട് മുടിയൊക്കെ വെച്ച് ആകെ അസ്വസ്ഥതയായിരിക്കും. അതും നല്ല വെയിലുള്ള സമയത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇനി വൈകിട്ടുണ്ടല്ലോ, പിള്ളേരും കൊണ്ട് വീണ്ടും വരണം. ഈ നടത്തി മൊത്തം വീണ്ടും നടക്കണം അവരും കൊണ്ട്. ഞാൻ ഈ കപ്പലണ്ടി വാങ്ങിച്ചു കൂട്ടാ. എനിക്ക് സാധാരണ കപ്പലിൻ്റെക്കാളും അങ്ങനത്തെ കപ്പലിൻ്റെ എന്തോ ഒരു നൊസ്റ്റു അടിക്കാറുണ്ട്.
വഴിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വിധത്തിലാണ് ഞങ്ങളൊന്ന് ഇവിടം വരെയെങ്കിലും എത്തിപ്പെട്ടേട്ടാ. ഇനി സരുവിൻ്റെ ഷോപ്പിലേക്ക് തിരിച്ചു പോവും, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. പക്ഷേ വീട്ടിലേക്ക് പോന്നിട്ട് കാര്യമൊന്നുമില്ല, അത് കഴിയുമ്പോഴേക്കും പിള്ളേർ വരുന്ന സമയമായിട്ട് പിള്ളേരെയും കൊണ്ട് വീണ്ടും വരണം. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ സമയം പോകുന്നത് അറിയില്ല, തിരിച്ചു പോരാനും തോന്നണില്ല കേട്ടോ. അതാ ഗൊറില്ലകൾ വെള്ളയും കറുപ്പയും ഒക്കെ വരുന്നുണ്ട്. എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നടക്കണേ അവര്. എന്തോരം സൺസ്ക്രീൻ തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നന്നായിട്ട് വെയിൽ കൊണ്ട് നല്ലൊരു പരിവായിട്ടുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് കൊള്ളണമെന്നേ, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വല്ല പരിപാടി വരുമ്പോഴല്ലേ, അല്ലാത്തപ്പോൾ സ്ഥിരം നമ്മൾ വെയിൽ കൊള്ളലല്ലോ. അങ്ങോട്ട് കൊള്ളാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം ഇന്നെന്തായാലും വെയിൽ കൊണ്ട് കരിഞ്ഞേ വരുള്ളൂ എന്ന്, സൺസ്ക്രീനൊക്കെ ഇട്ടുണ്ടായി. എന്നാലും അങ്ങോട്ട് പോട്ടെ, ഇതൊക്കെ ഒരു വൈബല്ലേ. അയ്യോ, നല്ല അടിപൊളി കാവടികളും രൂപങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. തിരിച്ച് പോവാൻ തന്നെ തോന്നണില്ല. പോവാണ്ട് പറ്റൂലല്ലോ, കുട്ടികൾ വരുമ്പോഴേക്കും അവരെയും കൊണ്ട് വരണ്ടേ. അവർ വരുന്ന ടൈമിൽ ഇത്ര അധികം കാവടിയൊന്നും ഉണ്ടാവില്ല. ഈ നട്ടപ്പുറ ഉച്ചയ്ക്കാണ് ഇത്ര അധികം അടിപൊളി സംഭവങ്ങൾ ഉണ്ടാവുക കേട്ടോ. ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ വണ്ടി വെച്ചേക്കുന്നതേ. ഇനി അവിടം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിന് വേണ്ടിയിട്ട് കണ്ണാട നോക്കുകയാണ് കേട്ടോ അശ്വതി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, എൻ്റെ ഒരു സ്കാർഫ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അത് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ തലേക്കോടിയിടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇപ്പം എന്തായാലും കുറച്ച് പനന്തൊങ്ങൊക്കെ വാങ്ങിച്ചിട്ടേ വീട്ടിൽ പോയിരുന്നു തിന്നാനാണ് പ്ലാൻ. വെയിൽ കൊണ്ട് നടന്ന് നടന്ന് ചത്തു 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 എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ.
അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. വെയിൽ കൊണ്ട് ചത്തു. ഈ നട്ടപ്പുറ വെയിലത്തെ ഈ പച്ചപ്പും ഈ വീടും കാണുമ്പോഴാണ് ഒരു സമാധാനം. ഇതെന്തിട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി വൈകിട്ട് പിള്ളേരെയും കൊണ്ട് വീണ്ടും നമുക്ക് പോവാം. അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ. വൈകിട്ട് പോവാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടാ. ഇനി വൈകിട്ട് പിള്ളേരെയൊക്കെ കൂട്ടി പോകണമെന്നുണ്ട്. പോയാൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടാ. അങ്ങനെ പിള്ളേർ സ്കൂൾ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ദേ രണ്ടെണ്ണത്തിനെയും കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോവുകയാണ്. ഇനി സരിതേച്ചീനെ ഓഫീസിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കറങ്ങാൻ പോവുകയാണ്. ഇതാ നമ്മുടെ കഫേ വെലൻസിയ. ഇത് ഞങ്ങൾക്ക് തൊട്ടടുത്താണ് കേട്ടോ. അതാണ് ഇടയ്ക്ക് അങ്ങോട്ട് പോകണേ. നിങ്ങൾ പോകുന്നത് അപ്പൊ നമ്മള് കൊടകരെത്തി. ഞാനിപ്പോൾ ഇട്ടേണ ഈ കമ്പലുണ്ടല്ലോ, ഷഷ്ടിപ്പറമ്പിൽ നിന്ന് രാവിലെ തന്നെ വാങ്ങിച്ചതാ. ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോയില് അതിന് മോള് ഫോണിക്ക് നോക്കിക്കായിരുന്നു. അത് പറയാം പറഞ്ഞോ. ഡ്രസ് മാറാത്തത് ഷോപ്പിന്റെ ഇന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നോണ്ടാണ് കുട്ടിട്ടാ. ഫുൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഡ്രസ് മാറാൻ പറ്റില്ല. പ്രശാന്തായിട്ട് മലയ്ക്ക് പോയപ്പോഴായിരുന്നല്ലോ കൊടകര ഷഷ്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക്, ഇതാ പിള്ളേരുടെ പ്ലേ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലേക്ക് ഈ രാത്രി ഞങ്ങൾ അവറ്റോളെയും കൊണ്ട് പോയില്ല കേട്ടാ. എന്താന്ന് വെച്ചാൽ ഇവരതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ തിരിച്ചു കൊണ്ടുപോരാൻ നല്ല പണിയാണ്. പ്രശാന്തായിട്ടുള്ളപ്പോൾ പോലെയല്ല നമ്മൾ മാത്രം കൊണ്ടുപോകുമ്പോഴേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്നേ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കലാപരിപാടിയായിട്ടുള്ള കമ്മല് എല്ലാ കടകളും നിരങ്ങി എല്ലാ ഷോപ്പുകളിലും നോക്കി നടന്ന് അങ്ങോട്ട് തിന്നലും കുടിക്കലൊക്കെ ആയിട്ട് അങ്ങോട്ട് നടന്നു കേട്ടാ. ഇങ്ങനെയുണ്ട്. അപ്പം നല്ലോണം ഒരു കുലുക്കി സർബത്ത് അങ്ങോട്ട് എടുത്താലോ. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് കേട്ടാ. സോറി, കുലുക്കി സർബത്തല്ല, ബൂസ്റ്റ് കുലുക്കിയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഫസ്റ്റത്തെ ബൂസ്റ്റ് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നമശിവാണ്. ഇതാ കൈമേത്തൊക്കെ കളയുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ ആ കൈമേത്ത് തുടക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൈ പൊക്കി കാണിച്ചു തരാണ്. കുടിച്ചോ. സരിതേച്ചി കുടിക്കാത്തത് എന്തുകൊണ്ടാന്ന് പറയാ. മുടുക്ക എടുക്കല്ലേ. നല്ല ഭംഗിയുണ്ട് ജാനു. സോ നൈസ്. അവള് വെക്കില്ല, വലുതായില്ലേ. ഈ സംഭവം ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ ഞങ്ങള്. ആണുങ്ങളെ മുമ്പിൽ പരമാനന്ദ സുഖമാണ്. അനുഭവത്തില് മനസ്സമാധാനം കുറവാണ്. പച്ചപ്പാട് ഇംഗ്ലവൊക്കെ ഉണ്ടാക്കി വിഷമങ്ങളൊന്നും ഉണ്ടാക്കി ഇത് കളിക്കും.
സത്യം പറഞ്ഞാൽ ഈ കൈനോട്ടത്തിലും ജ്യോതിഷത്തിലും ഒന്നും എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നാലും ഒരു രസത്തിന് ആ ചേച്ചി അങ്ങനെ കുറേ ചേച്ചിമാരിങ്ങനെ നിരന്ന് ഇങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ ആരും കൈ നോക്കാണ്ട് പോകണുണ്ടപ്പോൾ അന്ന് അവർക്ക് കിട്ടുന്ന പൈസ കിട്ടട്ടെ, ഒന്ന് നോക്കാം, ഇതൊക്കെ കേൾക്കാൻ ഒരു രസമാണല്ലോ എന്നും പറഞ്ഞിരുന്നതാണ്. എൻ്റെ പൊന്നെ ഇരുന്നിരുന്ന് എൻ്റെ കാല് വേനെടുത്തു. അത്രയും കഥകൾ ആ ചേച്ചി പറഞ്ഞു കേട്ടാ. ഇനി ഭരതകുട്ടിയുടെ കൈ ലക്ഷണം നല്ലത്, മുഖലക്ഷണം നല്ലത്. ഈ കൈ നോക്കണം ഞാൻ വിചാരിച്ചിട്ടില്ല, എന്നെ കൊണ്ട് കൈ നോക്കണമെന്ന് മോളും വിചാരിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ആദ്യ രേഖ പറയണത് ആയുസ്സാണ് കേട്ടോ. ഏതാണ് ആയുസ് രേഖ? ആയുസ് ദീർഘായുസ്സാണ്. 80 വയസ്സൊരു ആയുസ്സുണ്ട്. പക്ഷെ ഞാനോ നീ വിളിക്കുന്ന ആയുസല്ല, പിന്നെ തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവത്തിനെ വിട്ടിട്ടുള്ള വലിയൊരാൾ ഭൂമിയിൽ ആടില്ല. ഇതാണ് ആയുസ്. ഇത് വിദ്യാസ്ഥാനം, വിദ്യ മുഴുവിപ്പിച്ചിട്ടില്ല. വിദ്യയിൽ വെച്ച് വിദ്യാർത്ഥി രക്ഷിതാക്കൾ കിട്ടിയിട്ടില്ല. തൊള്ളയിൽ നാവാണ് ഒരു പണം. ബുദ്ധിയുണ്ട്. ആരാണ് ഇത്തിരി ബുദ്ധി കൂടും, അവനാണ് ബുദ്ധി കുറവാണ്. എന്താണെങ്കിലും ലാവിഷായിട്ട് ജീവിക്കുന്ന ആഗ്രഹമുള്ളവളാ. പക്ഷെ കടം കഷ്ടപ്പാട് എടുക്കാൻ ടെൻഷനാണ്. കടം കഷ്ടപ്പാട് എടുക്കാൻ മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന്. അപ്പൊ പറയാം ലാവിഷായിട്ട് ജീവിക്കുകയാണെങ്കിലും കടം കഷ്ടപ്പാട് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവളല്ലാന്ന്. ഇതാണ് കിടക്കുന്ന തലയിലേക്ക്. കാരണന്മാർ അധ്വാനത്തിൽ മുതൽ വെച്ചിട്ട് കോടി ശരിയാവില്ല. സ്വന്തം അധ്വാനത്തിൽ ബിസിനസ് പല രീതിയിലുള്ള തൊഴിൽ എടുക്കണുണ്ട് കേട്ടാ. 4 തൊഴിലാളിമാർ തോട് കൊടുക്കാനും തോട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും അധികാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 രൂപ ആവശ്യപ്പെട്ട് പുറത്തിറങ്ങി ഏത് തുറക്കാതെ പറ്റും തുറക്കും. പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത വിഷമമാണ് കേട്ടോ. പക്ഷെ നീ കടം കൊടുത്ത കാശ് എനിക്ക് തിരിച്ച് കിട്ടില്ല. അപ്പോൾ വെറുതെ കൊടുക്കുമ്പോൾ കുഴിവാറിൻ്റെ കയ്യാണ്, കയ്യിൽ കാശിന് ഒരാൾ വിശ്വസിക്കില്ല. വളരെയധികമായിട്ട് പിശുക്കത്തിയാന്ന് പറയാം. പിശുക്കം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ധാരാളത്തില്ലാത്തവെന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ പറഞ്ഞതല്ല. എന്നാൽ സന്താന സൗഭാഗ്യങ്ങൾ 5 മക്കൾക്ക് യോഗം. കർമ്മത്തിന് 3 മക്കൾക്ക് യോഗം ഉണ്ടെങ്കിൽ 2 ആളെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നിനെ കൊണ്ടാണ് കൂടുതലായിട്ട് ഭാഗ്യം അനുഭവം. ഒന്നിന് അങ്ങോട്ട് കൊടുക്കേണ്ടവരും ഒന്നും കൂടി തരണം. കഴിഞ്ഞു. കൂടപ്പറപ്പുകൾ കർമ്മത്തിന് 6 ആൾ കിടക്കുന്നുണ്ട്, തിരിച്ച് 4 ആൾ. കർമ്മത്തിന് 2 ആളെ കൊണ്ട് ഇണങ്ങാനും പണങ്ങാനും ഗുണം ദോഷം കർമ്മം. കൂടപ്പറപ്പില്ല വ്യാഴസ്ഥാനം. വിവാഹസ്ഥാനം പറയുകയാണെങ്കിൽ ചന്ദ്രസ്ഥാനമാണ്. ചന്ദ്രസ്ഥാനത്താണ് മക്കൾ ഇല്ല. 5 മക്കൾ യോഗം ഉണ്ടെങ്കിൽ രണ്ട് കല്യാണം വെച്ച് 2 പട്ടാളം ജീവിതമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് പറഞ്ഞ കഴിയുമ്പോൾ വ്യാഴം, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു ഗ്രഹം 9 നവഗ്രഹങ്ങളൊക്കെ കഴിയാം. സുക്ഷേത്രത്തിൽ പോകാറുണ്ടോ? പോകണം. നാളെ എടുക്കുമ്പോഴും നാളിൽ വഴുത്തിൻ്റെ പുഷ്പാഞ്ജലി കഴിക്കണം. വൃത്തിയെ ഹോമങ്ങൾ നോക്കണം കേട്ടാ. പരാജയങ്ങളും നട്ടകശീലൊക്കെ നീങ്ങി പോകുന്നില്ല കേട്ടാ. സ്വന്തമായിട്ട് വണ്ടി വാഹനമൊക്കെ എടുത്ത് ഓടിക്കേണ്ട കയ്യാണ്. പുതിയൊരു വീട്ടിലേക്ക് ഇരിക്കണം. ഭർത്താവ് നാട്ടുകാർക്ക് മുതലാളി, വീട്ടിൽ വിരുന്നുകാരൻ, ഒരാൾ ഉപദേശനാക്കുന്ന ഭർത്താവ് പറയും ഭർത്താവിനെ ഭരിക്കുന്നത് ഭാര്യയാണ്. ഭർത്താവ് പാവപ്പെട്ട മനുഷ്യനാണ്. ഭാര്യ വമ്പത്തി എന്ന് പറയുന്നത് കേട്ടാ. വമ്പത്തരയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒച്ചപ്പാട് ഇതിലൊക്കെ ഉണ്ടാക്കും. വേണമെങ്കിൽ ഇഷ്ടദേവതയാ, വേണമെങ്കിൽ ഭദ്രകാളിയാ. ദേഷ്യം വന്നാൽ നാട് കൊണ്ടല്ലേ ഭഗവാൻ കൊടുക്കുന്ന ശിവഭഗവാനാണ് കേട്ടാ. ഭയങ്കര സത്യം വിട്ട് കളിച്ചിട്ടില്ല. ആർക്കും പരോപകാരം ചെയ്യുന്നവളാണ്. അച്ഛമ്മയുടെ സ്വഭാവമാണ്. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ 9 പേര് പേരാ വിചാരമുണ്ട്. മോശയ്ക്ക് പറഞ്ഞ ധൈര്യമില്ല കേട്ടോ. ഇങ്ങനെ ജനിച്ചു വീട്ടിലല്ല ഭർത്താവിനും നമ്മൾ ചെന്ന് തരണം കൊണ്ട് ഒരാൾ തോറ്റു പറഞ്ഞില്ല. ഉള്ളത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായിയുടെ സ്ഥാനം ഒന്നിനും എന്ത് കൊടുത്താലും തികയില്ല. ഒന്ന് തൊട്ടിൽ കൊടുത്തില്ല, കരച്ചിലും ജീവിച്ചില്ല. അറിഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് കേട്ടാ.
അല്ലെങ്കിൽ മക്കളൊക്കെ നമുക്കൊരു തുണങ്ങിയാണ്. മക്കൾ വിദ്യ കൊടുക്കാൻ ഇങ്ങനത്തെ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഭർത്താവിന് തോടുകൊണ്ട് കുറച്ച് മെച്ചപ്പെട്ട സമയം ഇപ്പോൾ ഒത്ത കട്ടെടുക്കണ്ട ഒന്നും ഇതുപോലെ കഷ്ടപ്പെടുന്നില്ല. തോടുകൊണ്ട് ശത്രുക്കൾ കാറ്റിൽ മുതലൊക്കെ ഉണ്ടാവും കേട്ടാ. എവിടെ ചെന്നാലും നാട്ടുകാരുടെ മുതലടിച്ചിരുന്നു. വീട്ടിൽ കാരണം നിന്റെ പോക്ക് നടന്ന് കണ്ടാലും ഹൈക്കോടതിയിൽ വക്കീൽ പോണ പോലെയാ. എന്നാ വക്കീൽ പണി കിട്ടിയിട്ടില്ല. നാലാളെ കൂടുതൽ വക്കീൽ പണി എടുക്കുന്നതിന് ശമ്പളം ഇല്ല കേട്ടാ. തൊള്ളുന്ന ബുദ്ധി കിടക്കൊന്നുമില്ല. കണ്ട കാര്യം കേട്ട കാര്യം മുഖത്തേക്ക് പറഞ്ഞാൽ ഉറക്കം വരുള്ളൂ. എങ്കിലും പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ വാത്സല്യം കഴിഞ്ഞാൽ അച്ഛൻ്റെ കുടുംബം അമ്മ കുടുംബങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇട്ടുപോലെ സഹായത്തിൻ്റെ ഒരു കുറവാണ് കേട്ടാ. അന്തസ്സ് അഭിവൃദ്ധി തറവാട്ടന്മാർക്ക് നോക്കി ജീവിച്ചിട്ടില്ല. പല വഴിക്കൊന്നും പരാതി കൂടാതെ ആട്ടം മുന്നിൽ വരുന്നത് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡാക്കണില്ല കേട്ടാ. ദൈവസഹായങ്ങളും ശരിയുള്ള മോള ഭർത്താവ് 1-9 പേര് പറയാൻ വിചാരമുണ്ട്. മോട്ടയ്ക്ക് പറയാൻ ധൈര്യം ഇല്ലെങ്കിലും ഭർത്താവ് സാധു ഭാര്യ മമത്തെന്ന് പറഞ്ഞാല് അത്യാവശ്യം സൂത്രം വിളവും കണ്ടാ സാധു കാതിൽ വമ്പൻ പാഞ്ഞാ പുലി നനഞ്ഞ പൂച്ച കൂട്ടത്തേക്ക് വളഞ്ഞാണ് ഭർത്താവ് കേട്ടാ. അന്നപ്പോൾ നമുക്ക് കളിക്കില്ല. ആ മക്കളുണ്ട് കേട്ടാ. എങ്കിലും ഭർത്താവും ഭാര്യയും മക്കളും കുടുംബിനി കുടുംബസ്നേഹി വീട് സഹായി വാർച്ചെടുക്കുന്ന ഒരു അമ്മ സ്നേഹം പറയുന്ന ഒരു ഭാര്യ കുടുംബം വൃത്തി കരുവണ പൂജ നല്ല തന്നെയാണ്. ആര് കഴിക്കാനും മോളെ ഭർത്താവും ദൈവം എൻ്റെ മോളെ കുഴപ്പമില്ല. സംശയങ്ങൾ എന്തെങ്കിലും നമ്മൾ വരുമാനമാർഗ്ഗം ചെറുതായിട്ട് കച്ചവട വ്യാപാര ബിസിനസ് കൊണ്ട് ചെറുതായിട്ട് തൊഴിൽ വീട് പണം കൊണ്ട് എടുക്കാനും ഇപ്പൊ ഞാൻ എടുക്കുന്ന സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. ഏറ്റവും ഒന്നുമില്ലെങ്കിൽ കലാബോധമുള്ളവളാണ്. പാട്ട് സംഗീത കലവരോട് കളത്തിരിക്കുന്നത് ബിസിനസ് ചെയ്യുക. 4 വിദ്യാഭ്യാസം എടുക്കാനും ഒരു അധ്യാപക പ്രവർത്തനം പോലെ ചെയ്യാനൊക്കെ ലക്ഷണത്തിൽ പല മുന്നിലും കാര്യങ്ങളും ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷേ പഠിച്ച വിദ്യക്കും അറിവില്ല, വിചാരിച്ച തോണിക്ക് എത്തിപ്പെട്ടിട്ടില്ല. അല്ലാതെ കൊണ്ടുള്ള തൊഴിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വിദേശത്ത് വരെ ചെയ്യാൻ യോഗമുള്ള മോളെ ഞാൻ പറഞ്ഞോണ്ട് പോകുന്നില്ല. അപ്പൊ 4 അർച്ചിന് മാതൃകയാണ്. ഞാനിപ്പോ യൂട്യൂബറാ ചേച്ചി. വയലിനാക്കൊണ്ട ജീവിക്കണത് ചേച്ചി പറഞ്ഞ ആകെ കൂടി ഒരു ഭ്രാന്തുള്ള ഒരു സംഭവമാണ് ഈ കമ്മലുകൾ വീക്ക്നെസ്സാണ്. രാത്രിയിലത്തെ ഭംഗിയാണ് അല്ലേ കാണേണ്ടത് പകലിനേക്കാളും. എന്തായാലും ആ ചേച്ചി പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റാ. വായൽനാക്ക് കൊണ്ടാണ് ജീവിക്കണേന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, പെൺപിള്ളേർക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. നംശിവ് ഏത് കടയിൽ കയറിയിട്ടും നംശിവിനൊരു കാര്യം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അമ്മലൂട്ടനുള്ള മാല സെലക്ട് ചെയ്യാണ് കേട്ടോ. നംശിവ് ഒരു ബൈനാക്കുലറാണ് വാങ്ങിച്ചത്. വേറെ ഒന്നും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറേ സാധനങ്ങൾ നോക്കി ഫുൾ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ ഒരു ഓട്ടോയിൽ കയറി പോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷഷ്ടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളതൊക്കെ കഴിഞ്ഞതാ രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ അല്ലേ ജാനു? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, അത് മതി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. അതെ അമ്മ അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക.